ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തെനഹാക്കാലം 3-ാമത്തെ ആഴ്ചയിലാണ്. ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. രക്ഷകനായി അവതരിച്ച ദൈവപുത്രൻ അവിടുന്ന് തന്നെ താൻ ആരാണ് എന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? തൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ, തൻ്റെ സേവന രംഗങ്ങളിലൂടെ, അതിൽ തന്നെ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ടതനുസരിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു, ഉടന്തര് നടക്കുന്നു, ചെകിടര് കേൾക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതുപോലെ തന്നെ സുവിശേഷം എന്താണ് മനുഷ്യർ സ്വീകരിക്കേണ്ട മാർഗമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ ലോകത്തെ സ്വർഗമാക്കാൻ. അങ്ങനെ അവിടുന്ന് തന്നെയാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ ദൈവം വാഗ്ദാനം ചെയ്ത വ്യക്തിയെന്ന് ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇത് ഈശോയ്ക്ക് ശേഷം ഉള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നുവെന്ന്. നമുക്കറിയാം, ഈശോ ആദ്യം മുതലേ ഉള്ളതാണ്, ദൈവത്തോടൊപ്പമുള്ള ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഈശോയ്ക്ക് ശേഷം മാത്രമല്ല, ഈശോയ്ക്ക് മുമ്പുള്ളവരും ഇതുപോലെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഇങ്ങനെ തൻ്റെ തന്നെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട്, സ്വയം ദാനം ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് പേർക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ വായിക്കുന്ന 1-ാം വായന നിയമാവർത്തനം 31-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് പലപ്പോഴും നമ്മളിവിടെ വായിച്ചിട്ടുള്ളതാണ്. അവിടെ പറയുന്നതാണ്, ഈ മോശ പ്രായമായി, ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെയുള്ള യാത്രയെല്ലാം ഏതാണ്ട് പൂർത്തിയായി യോർദാൻ്റെ കിഴക്കേ തീരത്ത് എത്തി. അവിടെ അവർ പാളയമടിച്ചു. മോശ അപ്പോൾ അവരോട് തൻ്റെ മരണത്തെക്കുറിച്ചും തനിക്ക് ശേഷം ആരാണ് അവരെ നയിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആ രംഗമാണ്. മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി. ഈ 120 40 വർഷം ഈജിപ്തിൽ, 40 വർഷം മീദിയാനിൽ, 40 വർഷം മരുഭൂമിയിലൂടെ ഇസ്രായേലിനെ നയിക്കൽ. 40 എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തുടർച്ചയായിട്ട് പല സ്ഥലത്തും കാണും നിങ്ങൾ. അതിനൊരു പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യായുസിൻ്റെ ഏതാണ്ടൊരു കാലഘട്ടം പോലെയാണത്. അതുകൊണ്ട് ഇവിടെ ഈ മോശയുടെ കാലം തീരാറായി. 3-ാമത്തെ ആ ഭാഗത്താണ് യഥാർത്ഥത്തിൽ മോശയുടെ ദൗത്യം പൂർത്തിയാക്കുന്നത്. മോശ പറയുകയാണ്, എനിക്കിപ്പോൾ 120 വയസ്സായി, നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ആ പ്രായമാകുമ്പോഴേക്കും ആരോഗ്യം ക്ഷയിക്കുന്നു, മാനസികമായിട്ടുള്ള ശക്തിയില്ലാതാകുന്നു. എന്നിട്ട് പറയുകയാണ്, നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതായത് മോശയും അഹ്റോനും ദൈവത്തിൻ്റെ വാക്ക് ചില സമയത്ത് അനുസരിക്കാതിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെതിരെയൊക്കെ ദേഷ്യത്തോടെ പ്രതികരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ജോർദാൻ കടന്ന് അക്കരെ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കില്ലെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുമ്പേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും. കർത്താവ് ആമോരി രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നൽകിയിട്ടുള്ള ഈ കൽപ്പനകളനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ പഗ്ദാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കർത്താവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ അവസാന കാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പെരുമാറേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് താല്പര്യമുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ മൃതസംസ്കാര സമയം വരെ ഈ ലോകത്തെ നയിക്കണമെന്ന് വാശി പിടിക്കുകയല്ല, തൻ്റെ ഇഷ്ടം പോലെ നടക്കണമെന്ന് വാശി പിടിക്കുകയല്ല. മോശ യഥാർത്ഥത്തിൽ
ദൈവം ഉദ്ദേശിച്ച രീതിയിലുള്ള വലിയ കഴിവുള്ള ആളായിരുന്നില്ല. പക്ഷേ മോശയ്ക്ക് സഹായമായിട്ട് അഹ്റോനെ കൊടുക്കുന്നു. പിന്നീട് ദൈവം മോശയുമായിട്ട് നിരന്തരം സംവദിക്കുന്നു, സംസാരിക്കുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ 40 വർഷക്കാലം മോശ നയിച്ചു. അവസാനം യോർദാൻ്റെ സമയത്തെത്തി. ദൈവം പറഞ്ഞു, നീ അങ്ങോട്ട് ഏതായാലും പോവില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾക്ക് ദൈവം തരുന്ന ഒരു ദൗത്യമുണ്ട്. ഞാനൊരു മെത്രാനെന്ന നിലയിൽ എൻ്റെ ദൗത്യം എന്താണ്? ഈ പറഞ്ഞതുപോലെ എനിക്ക് ഈ പറയുന്ന രൂപതയെ നയിക്കാൻ ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ പറയണം, എനിക്ക് പ്രായമായി, എനിക്ക് ശക്തിയില്ല, മാനസികമായിട്ട് ശാരീരികമായിട്ട്. കാരണം എന്താണ്? ശക്തിയില്ലാതെ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്ത് നയിക്കുക എളുപ്പമല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് എൻ്റെ അവസാന നിമിഷം വരെ കൊണ്ടു നടക്കണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. എനിക്കിതിൽ നിന്ന് വലിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെ ഇട്ടു അങ്ങനെയുമല്ല. ഇതൊരു ശുശ്രൂഷയാണ്. ദൈവം എന്നോട് പറഞ്ഞു, അത് പറയുന്ന സമയം വരെ ഞാൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ എനിക്ക് ക്ഷീണമാകുമ്പോൾ, എൻ്റെ ആരോഗ്യം നശിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, ദൈവം എന്നോട് ഇൻഡയറക്റ്റായിട്ട് വ്യംഗ്യമായിട്ട് പറയുന്നതാണ്, നിനക്കിത് മതി എന്ന് പറയുന്നതാണ്. അത് ഞാൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? എൻ്റെ പിന്നാലെ പോകാനായിട്ട് ഒരാളെ ദൈവം കണ്ടെത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ദൈവം തന്നെയാണ് ആ ജനത്തെ നയിക്കുന്നത്. ഇവിടെ ആര് മെത്രാനായി വരുന്നു എന്നുള്ളതല്ല, പകരം ദൈവമാണ് ഈ ജനത്തെ നയിക്കുന്നത് എന്ന വിശ്വാസം എനിക്കുണ്ടാകുക എന്നുള്ളതാണ്. അധികാരങ്ങൾ കടിച്ചു തൂങ്ങാൻ നമ്മുടെ മതതലത്തിലുള്ളവരായ സഭാതലത്തിലുള്ളവരായാലും, അത് ഇടവക വികാരിമാരായാലും, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവരായാലും, അല്ലെങ്കിൽ മിത്രാന്മാരായാലും, രാഷ്ട്രീയ തലത്തിലുള്ള നേതാക്കന്മാരായ എല്ലാവരും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾക്ക് പ്രായമാകുമ്പോൾ മാറിക്കൊടുക്കാനായിട്ട്, യുവതലമുറയ്ക്ക് മാറിക്കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്ന് വെളിപ്പെടാനുള്ള, അല്ലെങ്കിൽ വെളിപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ചിത്രം അതാണ്. അതുപോലെ തന്നെ പറയുകയാണ്, ദൈവമാണ് നിങ്ങളുടെ കൂടെ വരുന്നത്, അതുകൊണ്ട് ഞാനൊരു ഉപകരണം മാത്രമാണ്. എൻ്റെ പിന്നാലെ ആരെങ്കിലും വരും, അവരെയും ദൈവം ശക്തിപ്പെടുത്തിക്കൊള്ളും. എന്നിട്ട് ഈ ജോഷുവയോട് പറയുന്നത് എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക, കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. അതായത് ആ ജനം തന്നെ അത് ചെയ്യണം, പക്ഷേ നീ ഇവരെ നയിക്കണം. അങ്ങനെ ജോഷുവ നമുക്കറിയാം, അവരെ നയിക്കുകയും പിന്നീട് കാനാൻ ദേശം മുഴുവൻ അത് കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ്. പിന്നീട് പറയുകയാണ്, അവിടുന്ന് നിന്നോടുകൂടി ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ പദ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഇതെല്ലാം നേതൃത്വത്തിലുള്ളവർക്ക് കൊടുക്കുന്ന വലിയ ഉപദേശങ്ങളാണ്. മോശ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ഉപദേശങ്ങൾ. നമ്മൾ വിഷമിക്കേണ്ട, പദ്നാശരാകരുത്, അതുപോലെ ഭയപ്പെടരുത്. നമ്മൾ ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യം, കാരണം ദൈവം നമ്മളെ പരിത്യജിക്കുകയില്ല. നമ്മുടെ കൈകൊണ്ടല്ല ഇതിനെയൊക്കെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ, നമ്മൾ വെറും ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഏത് അധികാര തരത്തിലുള്ളവരായാലും ഇതുപോലെ ഈ മോശയെപ്പോലെ നമുക്ക് പറയാൻ കഴിയുക, എനിക്ക് പോകാൻ സമയമായി, അതുപോലെ ദൈവം എന്നെ അങ്ങോട്ടൊന്ന് പോകാൻ അനുവദിച്ചല്ലോ എന്ന് പരാതിപ്പെടുകയും വേണ്ട. അതൊന്നും ഈ നേതൃത്വത്തിലിരിക്കുന്നവരുടെ കാര്യമല്ല, അവരുടെ ദൗത്യവുമല്ല. ദൈവമാണ് ഇതിനെ നയിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി പോവുക. രണ്ടാമത്തെ വായന ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് വിചാരിക്കുന്ന ആരെയും കാൾ കൂടുതലായതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം മിശിഹായെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ ഈശോ മിശിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് മിശിഹായെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ഇത് ഈ മോശയെപ്പോലെ തന്നെ പൗലോസും പറയുകയാണ്. അതായത് ദൈവമാണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്. പൗലോസ് പറയുന്നത് എന്താണ്? എനിക്ക് അഭിമാനിക്കാനായിട്ട് മറ്റെല്ലാവരെയും കൂടുതലുണ്ടായിരുന്ന കാര്യങ്ങൾ. ഞാനൊരു ഫരിസയ വംശത്തിൽ ജനിച്ചവനാണ്, നിയമത്തിലൊക്കെ നല്ല അറിവുള്ള ആളാണ്, വചനം മുഴുവൻ കാണാപ്പാടം പഠിച്ചതുപോലെയുണ്ട്, അതുപോലെ ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്, സമ്പന്നനാണ്. പക്ഷേ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തു? ഒരു ഉച്ഛിഷ്ടം പോലെ കരുതി. എന്തുകൊണ്ട്? കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം എല്ലാത്തിലും വലുതായതുകൊണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് കേവലം പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ബൗദ്ധികമായ ജ്ഞാനമല്ല, അതിലുപരിയായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ
ആ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു അനുഭവമുണ്ട്. ആ ഒരു അനുഭവം, ദൈവത്തിൽ നിന്നുള്ള ഒരു ഉൾക്കാഴ്ച, അതെനിക്ക് കിട്ടി, അത് മതി എനിക്ക് എന്ന് പറയാൻ കഴിയുക. നമ്മൾ ഏതൊരു തലത്തിലായിരുന്നാലും ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവരായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നതെന്ന് നമ്മൾ ഓർക്കുക. പൗലോസ് പിന്നീട് പറയും, കേവലം നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതീകരണമല്ല എനിക്കുള്ളത്, എൻ്റെ വിശ്വാസത്തിലുള്ള നീതീകരണമാണ്. അതായത് കേവലം ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോണത് കൊണ്ട് പള്ളിയിൽ പോയി പള്ളിയുടെ പുറകിൽ എവിടെയെങ്കിലും നിന്ന് പോരുന്നു, കടം തീർത്ത് അതുകൊണ്ടായില്ല. ഞാൻ എൻ്റെ വിശ്വാസത്തിലൂടെയാണ് നീതീകരിക്കപ്പെടുന്നത്. അത് അബ്രാഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പിന്നീട് പൗലോസ് പറയും. അതുകൊണ്ട് പിന്നെ പൗലോസ് പറയുകയാണ്, വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതിയാണിത്. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. ചുരുക്കത്തിൽ ഈ പൗലോസിൻ്റെ ഈ മനോഭാവമാണ് യഥാർത്ഥത്തിലൊരു ക്രൈസ്തവ വിശ്വാസിയുടെ മനോഭാവം ആയിരിക്കേണ്ടത്. പൗലോസ് എന്തുമാത്രം കഷ്ടതകൾ സഹിച്ചു, അതൊരു കാര്യമില്ലായിരുന്നു, പക്ഷേ ബോധ്യം വന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പൗലോസിനെ പോലെ ചിന്തിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ ക്രൈസ്തവരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. സുവിശേഷ വായന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഈശോ ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലിയായിൽ നിന്നൊരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറൂസലം, ഇദുമേയ എന്നിവിടങ്ങളിൽ നിന്നും യോർദാൻ്റെ മറുകര നിന്നും ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. പിന്നെ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവനവയ്ക്ക് കർശനമായ താക്കീത് നൽകി. പിന്നെ അവൻ മുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. അവന് തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. പിന്നെ അവരുടെ പേരുകൾ പറയുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈശോയുടെ ഈ പ്രസംഗം എല്ലാം കേട്ടിട്ട് ആർക്കാണ് മനസ്സിലായത് ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്ന് മനസ്സിലായത്? അത് ഈ അശുദ്ധാത്മാവ് ബാധിച്ചവന് മാത്രമാണ്, അല്ലെ അശുദ്ധാത്മാവിന് മാത്രമാണ്. അപ്പോൾ ഈശോ എന്താണ് പറയുന്നത്? തന്നെ വെളിപ്പെടുത്തരുത് എന്ന് പറയുകയാണ്. കാരണം എന്തായിരിക്കാം? അതായത് ഈശോ വെളിപ്പെടുത്തപ്പെടേണ്ടത് എങ്ങനെയാണ്? ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടല്ല, തൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. യോഹന്നാൻ മാംദാനയുടെ ശിഷ്യന്മാർ പോയി ചോദിക്കുന്നുണ്ട്, വരാനിരിക്കുന്നത് നീ തന്നെയാണോ അതോ വേറൊരുത്തനെ ഞങ്ങൾ പ്രതീക്ഷിക്കണം? അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? ഞാൻ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം പോയി യോഹന്നാനോട് പറയാം, അപ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് വെളിപ്പെടുത്തപ്പെടേണ്ടത്? നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. നമ്മൾ ഈ മീറ്റിങ്ങുകൾക്ക് ചെല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മളെക്കുറിച്ച് പറയാം. നമുക്ക് പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ അതൊന്നും സത്യമായിരിക്കണമെന്നില്ല. നമ്മൾ വെളിപ്പെടുത്തപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് ഈ അശുദ്ധാത്മാവിനോട് കർത്താവ് പറയുന്നതിലൂടെ. നീ എന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല, അത് എൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നെ വെളിപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞ് ഈശോവനെ ശാസിക്കുകയാണ്. മാത്രമല്ല ഇതിൻ്റെ അപകടമുണ്ട്. കാരണം ഈ അശുദ്ധാത്മാവ് ഒരു പക്ഷേ ഈശോയെ വെളിപ്പെടുത്തി കഴിയുമ്പോൾ പിന്നീട് ഈശോയ്ക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരും. അവനെ രക്ഷകനായിട്ട്, അതായത് ഇസ്രായേലിൻ്റെ ചിന്തയിൽ ഒരു രാഷ്ട്രീയ രക്ഷകനാണ്, അങ്ങനെയുള്ള രക്ഷകനായിട്ട് കരുതുകയും അവസാനം രാജ്യം സ്ഥാപിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വന്നാൽ പെട്ടെന്ന് തന്നെ ഈശോയുടെ ജീവിതം അവസാനിക്കും. അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടാകരുത്. തൻ്റെ ദൗത്യത്തിന് ഒരു കാലഘട്ടമുണ്ട്. ആ ദൗത്യം പൂർണ്ണമാക്കാനായിട്ട് ഉള്ള സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ എന്നെ വെളിപ്പെടുത്തരുത്. നമ്മളാണ് ആലോചിച്ച് നോക്കുക, ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മളൊരു അല്പം ഒന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുകയല്ലേ, ഇത്രയൊക്കെ എന്നെ പുകഴ്ത്തി പറയുന്നല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെയല്ല. കർത്താവ് ഈ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവരാണല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവരാണ് എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്, നിങ്ങളുടെ വാക്കുകളിലൂടെയാണ്, നിങ്ങളുടെ ചിന്തകളിലൂടെയും നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെയൊക്കെയാണ് ആളുകൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള രക്ഷകനാണ് എന്ന്. ഈ ദിനകാലത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ശൈലികളുടെയും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ തിരിച്ചറിയപ്പെടട്ടെ. കർത്താവ് നമ്മളെ പഠിപ്പിച്ച ആ വഴികളാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ വഴികളെന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.